ഹലോ സുഹൃത്തുക്കളെ, മലേഷ്യൻ ട്രാവൽ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂരിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. രാവിലെ ഒരു 10:30-ക്കുള്ള മുംബൈ കൊച്ചുവേലി എക്സ്പ്രസ്സിനാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ചോറെല്ലാം പാക്ക് ചെയ്ത് ഒരു 10 മണിയായപ്പോഴത്തേക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ അതുപോലെ ആദ്യം ഒരു മണിക്കൂർ ലേറ്റ് കാണിച്ചു. പിന്നെ അത് ലേറ്റായി 3 മണിക്കൂർ ലേറ്റായി 1 മണിക്കാണ് ട്രെയിൻ എത്തിയത്. അപ്പോൾ 2-3 മണിക്കൂർ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോസ്റ്റ് കിട്ടി. അന്നൂസിൻ്റെ ഫസ്റ്റ് ട്രെയിൻ ജേണി ആയതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫുൾ ടൈം പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു. ആകെ ഒരു അരമണിക്കൂർ ആകെ ഉറങ്ങിയുള്ളൂ. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ 1 മണി ആയതുകൊണ്ട് ഞങ്ങൾ പൊതിഞ്ഞെടുത്തുകൊണ്ട് വന്ന് ചോറ് എല്ലാവരും കഴിച്ചു. 6:30 നമ്മൾ കൊച്ചിയിലെത്തി. അവിടുന്ന് പിന്നെ നേരെ സ്നേഹയുടെ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി. പിന്നെ ഒരു 9 മണിയോടുകൂടി ഞങ്ങൾ എയർപോർട്ടിലെത്തി. അന്നൂസ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും പ്രയോറിറ്റി ചെക്കിനും പ്രയോറിറ്റി ഇമിഗ്രേഷൻ എല്ലായിടത്തും പ്രയോറിറ്റി കിട്ടി. അതുകൊണ്ട് ഒരു 3/4 മണിക്കൂറിൽ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് രാത്രി 12:30-ക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. പിന്നെ ഇഷ്ടംപോലെ സമയം ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ നേരെ ലോഞ്ചിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം താഴെ വന്ന് നോക്കുമ്പോൾ ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ. പിന്നെ 2 മണിക്കൂർ ഇവിടെയും പോസ്റ്റ് കിട്ടി. അങ്ങനെ രാത്രി 2 മണിക്കാണ്, വെളുപ്പിന് 2 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് എടുത്തത്. അപ്പോഴത്തേക്ക് അന്നൂസ് ഒരുവിധം ഉറക്കമായി. പിന്നെ നേരെ ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു ലാസ്റ്റ് സെക്കൻഡ് സീറ്റാണ് കിട്ടിയത്. ഭയങ്കര ഒച്ചയായിരുന്നു ഫ്ലൈറ്റിലെല്ലാം. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. മൊത്തം 4.5 മണിക്കൂർ ഫ്ലൈറ്റാണുള്ളത് നമുക്ക് കൊച്ചി ടു കോലാലംപൂർ. അപ്പോൾ നമ്മളൊരു 7:30 ആകുമ്പോൾ എത്തേണ്ടതാണ്. ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ലാൻഡ് ചെയ്യുമ്പോൾ ഒരു 9-9:30 ആകുമ്പോഴേ നമ്മൾ കോലാലംപൂർ എത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ലാൻഡിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ മൊത്തം പച്ചപ്പാണ്. തെങ്ങും പനയെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ കോലാലംപൂർ ലാൻഡ് ചെയ്യാൻ പോവാണ്. എയർ ഏഷ്യയുടെ വൺ ഓഫ് ദ മെയിൻ ഹബ്ബാണ് ഈ കോലാലംപൂർ എയർപോർട്ട്. കോലാലംപൂർ എയർപോർട്ടിലെ ടെർമിനൽ 2 ബഡ്ജറ്റ് എയർലൈൻസ് ആയ എയർ ഏഷ്യയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് റിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. മെയിൻലി എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ്സ് മാത്രമാണ് ഈ ടെർമിനൽ 2 നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ലാൻഡിങ്ങിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അന്നൂസ് എഴുന്നേറ്റിട്ടുണ്ട് ഉറക്കത്തിൽ നിന്ന്. അന്നൂസിനെ എടുത്തുകൊണ്ട് ഞാൻ നേരെ മുമ്പിൽ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ എമിഗ്രേഷനിലേക്കാണ് പോകുന്നത്. ഈ പോകുന്ന വഴി നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ എയർ ഏഷ്യയുടെ 2-3 ഫ്ലൈറ്റ്സ് അവിടെ കിടക്കുന്ന കാണാം. ഈ പുള്ളി ഓടുന്നതിൻ്റെ ടപ്പം നമുക്ക് കാര്യം പിടിയിട്ടില്ല. പിന്നെയാണ് മനസ്സിലായി എമിഗ്രേഷനിൽ നല്ല ക്യൂ ആയിരുന്നു. ഒരു 2 മണിക്കൂറോളം നമ്മൾ ഈ ക്യൂ നിൽക്കേണ്ടി വന്നു. ഇവിടെ നമുക്ക് പ്രയോറിറ്റി എമിഗ്രേഷൻ കിട്ടിയില്ല. കാരണം പ്രയോറിറ്റി എമിഗ്രേഷൻ കൊച്ചിനെയും കൊണ്ട് ഒരാൾക്ക് മാത്രമേ അവർ കൊടുക്കുള്ളൂ. ബാക്കിയുള്ളവരപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ എന്തായാലും 2 മണിക്കൂറായി എമിഗ്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളുടെ ബാഗേജ് എല്ലാം പോയി കളക്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ പോയി ഫ്രഷായി. ഞങ്ങൾ ഇവിടുന്ന് നേരെ ഹോട്ടലിലേക്കല്ല പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് 2 സൈറ്റ് വിസിറ്റ് ചെയ്ത് പിന്നെ 3 മണിക്കാണ് ചെക്ക് ഇൻ. അതിനുശേഷം ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കയറി കസ്റ്റംസ് ക്ലിയറൻസും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ മലേഷ്യൻ യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ ഗുഡ് ബൈ.